നബി സലാം അലൈക്കും യാ റസൂൽ സലാം അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാ. സ്വീറ്റ് ഓഫ് മദീന യൂട്യൂബ് ചാനലിൽ വോയിസ് കേൾക്കുന്ന എല്ലാവർക്കും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മദീന സിയാറത്ത് ചെയ്യാനും ധാരാളം സ്വലാത്തുകൾ വർദ്ധിപ്പിക്കാനൊക്കെ അല്ലാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കുക, അത് എല്ലാ കാലത്തും, അത് രാത്രിയിലും പകലിലും ഇരുട്ടിലും വെളിച്ചത്തിലും നമുക്ക് ആ സ്നേഹം എപ്പോഴും നിലനിന്നുകൊണ്ടിരിക്കണം. ഏതെങ്കിലും ഒരു പ്രത്യേക സമയത്ത് മാത്രം നമുക്ക് ഒരു പ്രത്യേക ഇഷ്ക് വരുന്നത് മാത്രമല്ല, മറിച്ച് എല്ലാ സമയങ്ങളിലും നമുക്ക് മദീനയോടുള്ള ആ പ്രേമം നമ്മുടെ ഖൽബുകളിൽ ഉണ്ടാകണം. അതിന് നമ്മൾ എന്ത് ചെയ്യണം? അതിന് നമ്മൾ നന്നായിട്ട് അറിയണം, നന്നായിട്ട് സ്വലാത്തുകൾ ധാരാളം ചൊല്ലണം. ആ സ്വലാത്ത് ചൊല്ലുന്നതിലൂടെ മദീന നമ്മുടെ ഹൃദയത്തിലേക്ക് വരികയും ആ മദീനയെ നമുക്ക് മനസ്സിലാക്കാനും മദീനയെ പഠിക്കാനും ആ മദീനയിലേക്ക് ചെല്ലാനുള്ള, മദീനയെ ആഗ്രഹിക്കുമ്പോൾ, മദീനയെ നമ്മൾ കൊതിക്കുമ്പോൾ ഒരു പക്ഷേ മദീനയിലേക്ക് എത്തുന്നതിന് മുമ്പ് മദീന നമ്മളിലേക്ക് എത്തും. അതൊക്കെ നമ്മുടെ ഇഖ്ലാസ് പോലെ അല്ലാഹു തആല ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നത്തിൽ കാണാനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. നമ്മളെന്നും ദുആ ചെയ്യണം. ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹുവിൻ്റെ അടുത്ത് ഒരു ജൂതനായ മനുഷ്യൻ വന്നിട്ട് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ട് വന്നതാണെന്ന് പറഞ്ഞപ്പോൾ ആ പേര് കേട്ട ഉടനെ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു വീണ്ടും ചോദിച്ചു. കാരണം ഒരു ജൂതനായ മനുഷ്യൻ്റെ നാവിൽ നിന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേര് വന്നപ്പോൾ ഒന്നുകൂടി പറയുമെന്ന് ചോദിച്ചു. അങ്ങനെ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ട് വന്നതാണ് പറഞ്ഞു. വീണ്ടും പറഞ്ഞു ആര് പറഞ്ഞിട്ടാണ് വന്നതെന്ന്. അങ്ങനെ 3 വട്ടം ചോദിച്ചപ്പോഴും എന്താ കളിയാക്കണമെന്ന് ഈ മനുഷ്യൻ ചോദിച്ചപ്പോൾ, അല്ല, ആ പേര് കേൾക്കാനുള്ള ഒരു ആഗ്രഹം കൊണ്ട്. കാരണം ആ മുഹമ്മദ് നബി എന്ന് പറയുമ്പോൾ ആ പേര് കേൾക്കുമ്പോൾ തന്നെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പലർക്കും കണ്ണിൽ നിന്ന് കണ്ണുനീർ തുള്ളികൾ വരാറുണ്ട്. ഓരോരുത്തരുടെ ഇഷ്കാണ്, ഓരോരുത്തരുടെ സ്നേഹമാണ്, ഓരോരുത്തരുടെ പ്രണയമാണ്. ആ ഒരു പ്രണയത്തിൽ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ചോദിച്ചു. ആ മനുഷ്യൻ എന്തെങ്കിലും, വളരെ പാവപ്പെട്ട മനുഷ്യനാണ്, എന്തെങ്കിലും സഹായത്തിനായിട്ട് വന്നതാണ്. അപ്പോൾ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ട് വന്നു എന്ന് പറഞ്ഞപ്പോൾ ആ പേര് കേൾക്കാനുള്ള കൊതി കൊണ്ട് വീണ്ടും വീണ്ടും ചോദിച്ചു. ആ 3 വട്ടം പറഞ്ഞതിനും ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഓരോ കൈയും വാരി സ്വർണ്ണ നാണയങ്ങളാണ് കൊടുത്തത് ആ മനുഷ്യന് പ്രതിഫലമായിട്ട്, ആ 3 വട്ടം പറഞ്ഞതിനും. അപ്പോൾ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കുന്നവരെ നമുക്ക് സ്നേഹിക്കാനും അവർക്ക് ആ സ്വലാത്ത് മത്സരങ്ങളൊക്കെ നടക്കുമ്പോൾ അതിൽ വിജയിക്കുമ്പോൾ അതിലെന്തെങ്കിലുമൊക്കെ നമ്മളാൽ കഴിയുന്ന ചെറിയ ഹദിയ കൊണ്ടെങ്കിലും, കാരണം ഒരാൾ ഒറ്റയ്ക്ക് ഒരു സമ്മാനം കൊടുക്കുന്നതും 10 ആൾ ചേർന്നിട്ട് അതിന് നല്ലൊരു ഭംഗിയുള്ളൊരു സമ്മാനം കൊടുക്കുമ്പോൾ അതിൻ്റെയൊക്കെ പ്രതിഫലം ആ 10 ആൾക്കും കിട്ടുമല്ലോ. ഒരാൾ ചെയ്യുമ്പോൾ ഒരാൾക്ക് കിട്ടും. അപ്പോൾ ഇങ്ങനെയൊക്കെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സഹാബാക്കൾ സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ ആ സ്നേഹമുള്ളത് കൊണ്ടാണല്ലോ അവർക്ക് സ്വലാത്ത് ധാരാളം ചെല്ലാൻ കഴിയുന്നത്. നമുക്ക് തിരക്കുള്ളത് കൊണ്ടാണല്ലോ നമുക്കതിൽ പങ്കെടുക്കാനും ചെല്ലാതിരിക്കാനും കഴിയുന്നത്. വ്യത്യാസങ്ങൾ മനസ്സിലാക്കുക. അപ്പം അങ്ങനെ സ്നേഹിക്കുന്നവരെ നമുക്ക് സ്നേഹിക്കാനും അവർക്ക് എന്തെങ്കിലുമൊക്കെ കൊടുക്കാനൊക്കെ നമുക്ക് കഴിഞ്ഞാൽ, അതിലെന്തെങ്കിലും സ്പോൺസർ ചെയ്യാൻ കഴിഞ്ഞാൽ അൽഹംദുലില്ലാ, വലിയ തൗഫീഖല്ലേ. ഇൻഷാ അല്ലാഹ് ഈ മുഹറം മുതൽ 1 മുതൽ റബീഉൽ അവ്വൽ 30 വരെ നടക്കുന്ന ഈ സ്വലാത്ത് മത്സരത്തിൽ നിങ്ങൾക്കെന്തെങ്കിലുമൊക്കെ സമ്മാനം കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് വാട്സാപ്പിൽ അറിയിക്കുക. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ ഇൻഷാ അല്ലാഹ്.